എഫ് റോക്ക് സ്റ്റോറി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കഥയും കഥാപാത്രങ്ങളും വ്യത്യസ്തമാണെങ്കിലും തികച്ചും സാങ്കല്പികം മാത്രം. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. കഥയുടെ ആകാംക്ഷയ്ക്ക് വേണ്ടി മാത്രം. കഥയുടെ നാമം നിഗൂഢ മാടശ്ശേരി. എന്നാൽ ആരംഭിക്കാം നിഗൂഢതയുടെ ചുരുളഴിക്കാൻ. ദേവർ മഠത്തിൽ ശേഖരൻ്റെ കളരിക്കളത്തിൽ മിടുക്കന്മാരായ പുതിയ അഭ്യാസികൾക്ക് ശേഖരൻ മുറകൾ പഠിപ്പിക്കുകയാണ്. ചുവന്ന പട്ടിൽ പരവതാനി വിരിച്ച് ചുറ്റുമതിലിൽ തീർത്ത കളരിക്കളം. ശിഷ്യന്മാർക്കൊപ്പം പുതിയ അടവുകൾ പയറ്റുകയാണ്. അപ്പോഴാണ് ദേവർ മഠത്തിൻ്റെ തിരുമുറ്റത്തേക്ക് വടക്കു നിന്നും ശിഷ്യൻ രുദ്രൻ വരുന്നത്. ദേവർ മഠത്തിൽ ശേഖരനിൽ നിന്നും മുറ പഠിച്ച് വടക്ക് പോയി കളരി തുടങ്ങിയവനാണ് രുദ്രൻ. അടവുകൾ പയറ്റി തെളിഞ്ഞവൻ. ശേഖരൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും മികച്ച അഭ്യാസി. അങ്കത്തട്ടിൽ കഴിവുറ്റവൻ. പക്ഷേ ഒന്നിനോടും നീതി പുലർത്താത്തവൻ. കൂർമ്മബുദ്ധിയും ദുഷ്ടചിന്താഗതിയും മാത്രം കൈമുതലാക്കിയവൻ. ചുരുക്കി പറഞ്ഞാൽ ദേവർ മഠം ശേഖരന് പറ്റിയ ഉത്തമ ശിഷ്യൻ. വിത്തിൽ 10 ഗുണം. ആഗമന ഉദ്ദേശം ശേഖരന് വിടുപണി തന്നെ. ദേവർ മഠം തിരുമുറ്റത്ത് കാലുകുത്തിയതിന് ശേഷം അവൻ ആ മണ്ണിൽ കൈവച്ച് തൊഴുതു വണങ്ങി. രുദ്രനൊപ്പം അവൻ്റെ 2 ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. അവർ മഠത്തിലെ കളരിക്കളത്തിലേക്ക് കയറി. അവിടെ ശേഖരൻ ശിഷ്യന്മാർക്ക് അടവുകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ശിഷ്യനെ കണ്ടപാടെ ശേഖരന് സന്തോഷമായി. ഗുരുവിൻ്റെ കാൽ തൊട്ടു വണങ്ങി രുദ്രൻ. ശേഖരൻ അവനെ തോളിൽ താങ്ങി ചേർത്ത് നിർത്തി. ആശാന് സന്തോഷമായി. എപ്പോഴും വിളിച്ചാൽ താൻ വിളിപ്പാടകലെയുണ്ടല്ലോ. ഗുരുവിന് തൃപ്തിയായി. ശേഖരൻ അവൻ്റെ കൈയും പിടിച്ച് ദേവർ മഠത്തിലേക്ക് കയറി. ശേഖരൻ ചാരുക്കസേരയിൽ ഇരുന്നു. ചില കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് വിളിപ്പിച്ചത്. നിന്റെ ഒരു സഹായം ഗുരുവിന് വേണം. അയാൾ ഗൗരവത്തിൽ രുദ്രനോട് പറഞ്ഞു. അവിടുന്ന് എന്ത് ചോദിച്ചാലും അടിയൻ ചെയ്തു തരാതിരുന്നിട്ടുണ്ടോ? രുദ്രൻ അയാൾക്ക് പ്രതീക്ഷ നൽകി. എങ്കിൽ അത്തായം കഴിഞ്ഞതിന് ശേഷം നമുക്ക് സംസാരിക്കാം, അയാൾ രുദ്രനോട് പറഞ്ഞു. എങ്കിൽ അത്തായത്തിനു മുമ്പ് ഒരു കുളിയാവാം. രുദ്രൻ അതും പറഞ്ഞ് തെക്കേപ്പുറത്തെ കുളക്കടവിലേക്ക് നീങ്ങി. രാത്രി അത്താഴമൊക്കെ കഴിഞ്ഞ് ശേഖരനും രുദ്രനും ദേവർ മഠത്തിലെ മുകൾ നിലയിലെ പുറം വരാന്തയിൽ വന്നിരുന്നു. ആശാന് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. പരിഭ്രമിക്കാതെ അവിടുന്ന് പറയൂ. ശങ്കിച്ചു നിൽക്കുന്ന ശേഖരനോട് രുദ്രൻ പറഞ്ഞു.
രുദ്രൻ കാര്യമന്വേഷിച്ചപ്പോൾ അയാൾ കാര്യത്തിലേക്ക് കടന്നു. മാടശ്ശേരി കൊട്ടാരത്തിൻ്റെ കാര്യമാണ്. ആ കൊട്ടാരത്തിനകത്തെ വലിയ നിധിയെക്കുറിച്ച്. അത് കേട്ടപ്പോൾ രുദ്രൻ്റെ കണ്ണുകൾ മഞ്ഞളിച്ചു. കൊട്ടാരവും അതിലെ വാസ്തുവകകൾ എന്നുവെച്ചാൽ തുറക്കപ്പെടാത്ത നിലവറയിലെ തറയുടെ കീഴിലാണ് ആ വലിയ നിധി കിടക്കുന്നത്. അതിലെ വിലപിടിപ്പുള്ള സ്വർണശേഖരവും. ശേഖരൻ അത് പറഞ്ഞു വെച്ചപ്പോൾ തന്നെ രുദ്രൻ്റെ കണ്ണുകൾ ആർത്തിയുടെ പുറത്തേക്ക് തള്ളി. നിരവധി സ്വർണ്ണ നാണയങ്ങൾ, തിരുവാഭരണങ്ങൾ, സ്വർണ്ണച്ചിലമ്പ്, പഞ്ചലോഹ വസ്തുക്കൾ, ഓട്ടുപാത്രങ്ങൾ, സ്വർണവളകൾ, നെറ്റിപ്പട്ടം, പവിഴങ്ങൾ, നാണയക്കിഴികൾ, അങ്ങനെ അനവധി വിലപിടിപ്പുള്ള വസ്തുക്കൾ. നാട്ടുകാർക്കതെല്ലാം അജ്ഞാതമാണ്. കൊട്ടാരത്തിലെ മുൻ അന്തേവാസികൾക്കാർക്കും അങ്ങനെയൊരു രഹസ്യം അറിയില്ല. മാടശ്ശേരിയിൽ കൊല്ലപ്പെട്ട അനന്തൻ തമ്പുരാന് പോലും. പക്ഷേ അതെടുക്കൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കടമ്പകൾ ഒത്തിരിയാണ്. ശേഖരൻ ആ രഹസ്യത്തെക്കുറിച്ച് രുദ്രനോട് പറഞ്ഞു. അതെടുക്കാൻ രുദ്രൻ എന്നെ ഒന്ന് സഹായിക്കണം. എന്നിട്ട് വേണം എനിക്ക് ഒരു നാടുവാഴിയായി ഈ നാടിൻ്റെ രാജാവായി വാഴാൻ. അയാൾ പറഞ്ഞു വെച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രുദ്രൻ സമ്മതം മൂളി. പക്ഷേ അവൻ ഉപാധി വെച്ചു. കിട്ടുന്നതിൻ്റെ 4/1 തനിക്ക് വേണമെന്ന ഉപാധി. ദേവർമഠം ശേഖരൻ അതിന് അർദ്ധസമ്മതം മൂളി. അങ്ങനെ ആ കാര്യത്തിൽ അവർ ധാരണയിലെത്തി. പരസ്പരം രണ്ടുപേരും കൈകൾ കൊടുത്തു. എങ്കിലും ശേഖരന് മാടശ്ശേരി കൊട്ടാരത്തിലെ നിധി പങ്കുവയ്ക്കുന്നതിനോട് ഉള്ളിൽ വിയോജിപ്പുണ്ടായിരുന്നു. പക്ഷേ അതയാൾ പുറത്ത് പ്രകടിപ്പിച്ചില്ല. തൽക്കാലം രുദ്രൻ്റെ സഹായം ആ കാര്യത്തിൽ തനിക്കുണ്ടാവണമെന്ന് അയാൾ തിരിച്ചറിഞ്ഞിരുന്നു. അവസരമൊത്തു വന്നാൽ 18ാം അടവും പുറത്തെടുക്കാം. ശേഖരൻ തൻ്റെ ഉള്ളിൽ ഒരു കളങ്കിത ചിരിയുമായി എന്തോ ആലോചിച്ചു കൊണ്ടിരുന്നു. കൊല്ലക്കുടിലിൽ ചുരിക കടയ്ക്കുമ്പോൾ രുദ്രൻ എന്തോ ആലോചിച്ചു. ആ വാളിൻ തുമ്പിൽ ചുവന്ന രക്തത്തുള്ളികൾ. കാലങ്ങൾക്ക് മുമ്പ് അങ്കത്തട്ടിൽ ചിതറിച്ച രക്തം വീണ്ടും ചുരികയിൽ പുരളാൻ സമയം ആഗതമായിരിക്കുന്നു. രുദ്രൻ്റെ കണ്ണുകൾ അഗ്നി കണക്കെ ജ്വലിച്ചു വരാൻ പോകുന്ന നിധിയെ കുറിച്ചോർത്തപ്പോൾ അവൻ്റെ മുഖത്ത് തീഷ്ണത പ്രകടമായി. വല്ലാത്ത ആവേശത്തിൻ്റെ തീഷ്ണഭാവം. മരണക്കിടക്കയിൽ വെച്ച് തൻ്റെ അച്ഛൻ ദേവർമഠം സൂര്യനാരായണൻ പറഞ്ഞ മാടശ്ശേരിയിലെ ആ നിധിയുടെ കഥ കേട്ട് വല്ലാത്ത അന്താളിപ്പായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് മാടശ്ശേരിയിലെ കളരിയിൽ ചേകവർ മാടശ്ശേരി മാധവനുണ്ണി തമ്പുരാൻ ശിഷ്യനായി മാടശ്ശേരിയിൽ ഉണ്ടായിരുന്നു.
അന്ന് നാട്ടുരാജ്യത്തിൻ്റെ നാടുവാഴിയായിരുന്നു ചേകവർ മാധവനുണ്ണി തമ്പുരാൻ. മറ്റു നാട്ടുരാജ്യങ്ങളെ ആക്രമിച്ച് അവിടെയുള്ള സമ്പത്തെല്ലാം പിടിച്ചടക്കി ധാരാളം ധനവും സ്വർണവും കൈക്കലാക്കിയിരുന്നു. കൊട്ടാരത്തിൽ കളരിക്കളത്തിന് തൊട്ടുപിറകിൽ മുറിയിലെ തറയിൽ വലിയ രഹസ്യ നിലവറയുണ്ടാക്കി അതിൽ നിക്ഷേപിച്ചിരിക്കുകയാണ് വിലപിടിപ്പുള്ള വസ്തുക്കൾ. കൊട്ടാരത്തിലെ മറ്റാരെയും അറിയിക്കാതെ തൻ്റെ വിശ്വസ്തരായ സേവകരെ മാത്രം ഉപയോഗപ്പെടുത്തി അയാൾ അതെല്ലാം രഹസ്യമാക്കി. ഒറ്റുകാരെന്ന് കണ്ടാൽ അവരുടെ തല കൊയ്യാനും മടി കാണിക്കാത്ത ആളായിരുന്നു ചേകവർ മാധവനുണ്ണി തമ്പുരാൻ. ഒരു ദിവസം ചേകവർ മാധവനുണ്ണി തമ്പുരാൻ മറ്റൊരു നാട്ടുരാജ്യത്തെ ആക്രമിച്ചു. ചുരികയുടെ മുൾമുനയിൽ നിർത്തി നിരവധി പൊൻപണവും വിലമതിക്കാനാവാത്ത വസ്തുക്കളും മാടശ്ശേരിയിലേക്ക് കടത്തി. ശത്രു നാട്ടുരാജ്യങ്ങളോട് പട പൊരുതുമ്പോഴും സ്വന്തം പ്രജകളോട് കാരുണ്യത്തോടെ പെരുമാറുന്ന ചേകവരോട് നാട്ടുകാർക്കും പ്രിയമേറെയാണ്. അന്ന് മാടശ്ശേരിയിലെ കളരിയിൽ ഉണ്ടായിരുന്ന ദേവർമഠം സൂര്യനാരായണൻ അതെല്ലാം കളരിയിലെ ഭിത്തിയെ മറച്ച ചുവന്ന പട്ടുതുണിക്കിടയിൽ നിന്നും രഹസ്യമായി ഒളിഞ്ഞു കണ്ടു. ആ കാഴ്ച അയാളുടെ കണ്ണുകളെ അമ്പരപ്പിച്ചു. അവിടെ നിന്നും സൂര്യനാരായണൻ എന്തോ ചില കണക്കുകൂട്ടലുകൾ നടത്തി. ദുരാഗ്രഹം അപ്പോഴേക്കും അയാളെ പിടികൂടിയിരുന്നു. പിറ്റേ ദിവസം മാടശ്ശേരിയുടെ മുറ്റത്ത് നാട്ടുകാരുടെ നീണ്ട നിര. പ്രജകൾക്കുള്ള ധാന്യവിതരണം നടക്കുകയാണ്. മാധവനുണ്ണി തമ്പുരാൻ്റെ നേതൃത്വത്തിൽ പ്രജകൾ അദ്ദേഹത്തിന് കരഘോഷത്തോടെ ആർപ്പു വിളിച്ചു. തമ്പുരാൻ നീണാൽ വാഴട്ടെ. ചേകവരുടെ ശിഷ്യന്മാർ മാടശ്ശേരിയുടെ തിരുമുറ്റത്ത് സജ്ജരായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ചുരികയും പരിചയുമായി കൂട്ടത്തിലെ ശിഷ്യനായ ദേവർമഠം സൂര്യനാരായണന് എല്ലാം അരോചകമായി. അയാളുടെ ഉള്ളിൽ അപ്പോഴും എന്തോ തീക്ഷ്ണമായി തിളയ്ക്കുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. തെക്കൻ കളരിയിൽ തൻ്റെ ശിഷ്യന്മാരെ അംഗത്തിനയക്കാൻ ചേകവർ മാധവനുണ്ണി തമ്പുരാൻ തീരുമാനിച്ചു. 2 ദിനം നീണ്ടു നിൽക്കുന്ന അങ്കത്തട്ട് മാറ്റുരയ്ക്കുന്നത് നിരവധി നാട്ടുരാജ്യങ്ങൾ. മെയ്യഴകും ചൂരും ചുറുക്കുമുള്ള മാടശ്ശേരി കളരിയിലെ മാധവനുണ്ണി തമ്പുരാൻ്റെ ശിഷ്യനും മകനുമായ അനന്തൻ തമ്പുരാനാണ് മാറ്റുരയ്ക്കുന്നത്. 7 അംഗം വെട്ടി ജയിച്ച ചേകവരുടെ മകനെന്ന ഖ്യാതി അനന്തന് മേൽവിലാസമായി ഉണ്ട്. അനന്തന് തുണക്കാരനായി പോകാൻ ദേവർമഠം സൂര്യനാരായണനോട് മാധവനുണ്ണി തമ്പുരാൻ കൽപ്പിച്ചു. പക്ഷേ സൂര്യനാരായണൻ തനിക്ക് ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടെന്നും ദൂരയാത്രയ്ക്ക് ശരീരം അനുവദിക്കുന്നില്ലെന്നും തമ്പുരാനെ അറിയിച്ചു. അങ്ങനെ പകരക്കാരനെ നിയമിക്കുകയും അനന്തനൊപ്പം കേമന്മാരായ പടയാളികളെ അയക്കാനും തീരുമാനിച്ചു.
1-ാം തീയതി വലിയ ആരവങ്ങളോടെ മാടശ്ശേരി കൊട്ടാരത്തിൽ നിന്നും തെക്കൻ കളരിയിൽ അംഗത്തിനായി പുറപ്പെടാനൊരുങ്ങുകയാണ് അനന്തനും സംഘവും. അവരെ യാത്രയേക്കാൻ മാധവനുണ്ണി തമ്പുരാനും 41 കുതിരകളും അത്രയും പടയാളികളും അനുഗമിക്കുന്നു. അതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് ദേവർമഠം സൂര്യനാരായണൻ ശാരീരിക വൈകല്യം പ്രകടിപ്പിച്ചുകൊണ്ട് മാടശ്ശേരിയുടെ ഒരു മൂലയിൽ ചടഞ്ഞു നിൽക്കുകയാണ്. അപ്പോഴും അവൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചതിൻ്റെ ലക്ഷണങ്ങൾ ഉള്ളിൽ പതുങ്ങി നിൽപ്പുണ്ടായിരുന്നു. തെക്കൻ കളരി അംഗത്തിനായി പുറപ്പെട്ടവർക്ക് ആവേശപൂർവമായ യാത്രയയപ്പ് നടന്നു കഴിഞ്ഞു. അതിൻ്റെ 3-ാം നാൾ തെക്കൻ അങ്കത്തട്ടിൽ അംഗമാരംഭിച്ചു. മാടശ്ശേരി മാധവനുണ്ണി തമ്പുരാൻ തൻ്റെ കളരിയിലെ പരദൈവങ്ങൾക്ക് മുന്നിൽ കൈകൾ നീട്ടി വണങ്ങി. വിജയശ്രീലനായി പടക്കരുത്തന്മാരോട് അംഗം ജയിച്ചു വരാൻ. നാട്ടുരാജാക്കന്മാർ വിജയകാഹളം മുഴക്കി ആവേശം പകരുന്നുണ്ട്. മൂർച്ചയേറിയ ഉടവാളുകൾ പരസ്പരം കൊമ്പുകോർത്തു. ചുരികകൾ വായുവിൽ വെട്ടിത്തിളങ്ങി. പരിചയ്ക്ക് വെട്ടിയൊഴിയാൻ അടവുകൾ പയറ്റി അനന്തൻ തമ്പുരാൻ അങ്കത്തട്ടിൽ വീരാളി പോരാട്ടം ആരംഭിച്ചു. എതിരാളി തെക്കൻ വീരഭദ്രൻ ചൗക്കി രാജയോട് തൊടുത്തു മരിച്ച വീരമഹേന്ദ്രവർമ്മയുടെ മകൻ തെക്കൻ വീരഭദ്രൻ. അങ്കത്തട്ടിൽ അടവുകൾ പയറ്റി രണ്ടുപേരും അംഗം കുറിച്ചു. ഇതേ സമയം മാടശ്ശേരി കൊട്ടാരത്തിൽ കളരിക്കളത്തിലെ നിലവിളക്കിൻ്റെ മുന്നിൽ കളരി ദൈവങ്ങളെ സാക്ഷിയാക്കി പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ് മാധവനുണ്ണി തമ്പുരാൻ. അയാൾ പ്രാർത്ഥന കഴിഞ്ഞ് മെല്ലെ നിലവറയുടെ കവാടത്തിനു മുമ്പിൽ വന്നു. ഉരുക്കിനാലുണ്ടാക്കിയ കുറ്റൻ വാതിലുകൾ, അതിൻ്റെ പഞ്ചലോഹത്താഴ് തുറക്കാൻ മാധവനുണ്ണി തമ്പുരാൻ്റെ കയ്യിലെ താക്കോലിനെ സാധിക്കൂ. അയാൾ ശീലയിൽ നിന്നും താക്കോലെടുത്തു. ആ ഉരുക്കുവാതിൽ തുറന്നു. ആ വാതിലുകൾ തുറക്കപ്പെട്ടപ്പോൾ അതിന് കീഴെ ആയി ഗോവണിപ്പടികൾ. അതിലൂടെ അയാൾ താഴെ ഇറങ്ങി. തൻ്റെ സാമ്രാജ്യം മുഴുവൻ അതിനകത്ത് അയാളെ കണ്ണഞ്ചിപ്പിച്ചു. പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ട് അയാൾ ഉണർന്നു. സംശയം തോന്നിയപ്പോൾ ഞൊടിയിടയിൽ കാതുകൾ കൂർപ്പിച്ചു. കാലൊച്ചകൾ അയാളുടെ കാതുകളിൽ നിയലിച്ചു. അപരിചിതർ ആരോ കളരിയിൽ പ്രവേശിച്ചിട്ടുണ്ടെന്ന് മാധവനുണ്ണി തമ്പുരാൻ തിരിച്ചറിഞ്ഞു. അയാൾ ഉടവാൾ ഊരി പുറത്തെടുത്തു. മെല്ലെ നിലവറയിൽ നിന്നും തിരിച്ച് ഗോവണിപ്പടി കയറി കളരിയിലെത്തി. അവിടെ 3 പേര് അയാൾക്ക് നേരെ അംഗത്തിന് തയ്യാറെടുത്തു. മാധവനുണ്ണി തലയെടുപ്പോടെ അവരെ നോക്കി. തെല്ല് പരിഭവവും പ്രകടിപ്പിക്കാതെ അയാൾക്ക് നേരെ ഉടവാളുമായി നേർക്കുനേർ അടുക്കുകയാണ് ആ അപരിചിതർ. ശത്രുക്കളാണെന്ന് തമ്പുരാൻ തിരിച്ചറിഞ്ഞു. അയാൾ പരിചയെടുത്തു. അപ്പോഴേക്കും അയാൾക്ക് മുന്നിലേക്ക് അവർ ചാടി വീണ് വെട്ടി. തമ്പുരാൻ വാളുകൊണ്ടും പരിച കൊണ്ടും തടുത്തു. പിന്നെ
ഒരു പോരാട്ടം തന്നെയായിരുന്നു. പരിചയ്ക്ക് വെട്ടിയൊഴിഞ്ഞും അടവുകൾ പുറത്തെടുത്തും ശത്രുവിനെ വീറോടെ നേരിട്ടു മാടശ്ശേരി മാധവനുണ്ണി തമ്പുരാൻ. 3 പേർ 3 ഭാഗത്തു നിന്നും അയാൾക്കു നേരെ കുന്തമുന നീട്ടി. തമ്പുരാൻ്റെ കണ്ണുകൾ 4 പാടും മാറി മറിഞ്ഞു. എതിരാളികളുടെ ചുവടുകൾ അയാളുടെ ശ്രദ്ധയിൽ പതിഞ്ഞു. പെട്ടെന്ന് അയാൾ വായുവിൽ കുതിച്ചു ശത്രുക്കൾക്കു നേരെ വാൾ ചുഴറ്റി. 3 പേരിൽ ഒരാളുടെ ദേഹത്ത് വെട്ടുവീണു. കളരിക്കളത്തിൽ രക്തം ചിതറി. അത് കണ്ട് ശത്രുക്കളിൽ 2 പേർ മാധവനുണ്ണി തമ്പുരാനിൽ നിന്നും അകലം പാലിച്ചു. അയാളുടെ വർദ്ധിത വീര്യം ശത്രുക്കളുടെ മനോബലത്തെ കീഴ്പ്പെടുത്തി. മാധവനുണ്ണി തമ്പുരാനിൽ നിന്നും ഭയന്നുകൊണ്ട് പിന്നോക്കം ചുവട് വയ്ക്കുന്ന അവരിലേക്ക് അയാൾ നീങ്ങുന്നതിനിടയിൽ മാധവനുണ്ണി തമ്പുരാൻ്റെ പിന്നിൽ നിന്നും പെട്ടെന്ന് ചുരിക കൊണ്ടുള്ള ഒരു പ്രഹരമേറ്റു. അയാൾ ഒരു ഞെട്ടലോടെ നിശബ്ദനായി. പെട്ടെന്നുള്ള ആക്രമണം തടുക്കാൻ തമ്പുരാന് സാധിച്ചില്ല. പിന്നിൽ നിന്നും ആരോ ചതിച്ചു വെട്ടിയതാണെന്ന് അയാൾക്ക് മനസ്സിലായി. മാധവനുണ്ണി തമ്പുരാൻ വേദന കടിച്ചമർത്തി പിൻവശത്തേക്ക് തിരിഞ്ഞു നോക്കി. പകച്ചുപോയ നിമിഷം അയാൾക്ക് വിശ്വസിക്കാനായില്ല. തൻ്റെ പിറകിൽ നീട്ടിപ്പിടിച്ച ചുരികയുമായി ദേവർമഠം സൂര്യനാരായണൻ. അയാൾ മാധവനുണ്ണി തമ്പുരാനെ പ്രതികാരാഗ്നിയോടെ നോക്കി. ആ സമയം തമ്പുരാൻ്റെ ദേഹത്തു നിന്നും മാടശ്ശേരി കളരിത്തറയിൽ അയാളുടെ ചുടുരക്തം ഉറ്റിയുറ്റി നിലത്ത് വീണു. അയാളുടെ പുറം ദേഹത്ത് അത് മാരകമായ മുറിവേൽപ്പിച്ചു. സൂര്യ, നീ? അയാൾ അവനെ നോക്കി ദയനീയമായി വിളിച്ചു. തമ്പുരാൻ്റെ ശബ്ദം അപ്പോൾ ഇടറി. ആ സമയം വീണ്ടും മാധവനുണ്ണി തമ്പുരാൻ്റെ വലത്തെ കാലിൽ അവിടെയുണ്ടായിരുന്ന ശത്രുക്കളിൽ ഒരാൾ വീണ്ടും വെട്ടി. അയാളുടെ കാലുകൾ കുഴഞ്ഞു. മാധവനുണ്ണി തമ്പുരാൻ വേദനയാൽ മുട്ടുകുത്തി നിന്നു. സൂര്യനാരായണൻ അത് കണ്ട് വിജയം കൈവരിച്ച മട്ടിൽ ഒരു ചിരി ചിരിച്ചു. ശിഷ്യന് മുന്നിൽ ആശാന് അടിതെറ്റി. അയാൾ മാധവനുണ്ണി തമ്പുരാനെ നോക്കി പരിഹാസ രൂപത്തിൽ പറഞ്ഞു. അവൻ്റെ ഉള്ളിലെ കപടത തിരിച്ചറിയാൻ മാധവനുണ്ണി തമ്പുരാന് സാധിച്ചില്ല. തൻ്റെ കയ്യിലെ ചുരിക വാഴുവിൽ ചുഴറ്റി സൂര്യനാരായണൻ മാധവനുണ്ണി തമ്പുരാനിനരികിലേക്ക് ചുവടുകൾ വെച്ചു. എനിക്ക് വേണ്ടത് മാടശ്ശേരിയിലെ നിലവറയിലെ നിധിയാണ്, അതുമാത്രം. പക്ഷേ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അതെനിക്ക് അകലെയാണ്. സൂര്യനാരായണൻ അത് പറഞ്ഞുകൊണ്ട് നിലവറ ലക്ഷ്യമാക്കി നീങ്ങി. എന്നാൽ അതിന് സംരക്ഷണ കവചമൊരുക്കി മാധവനുണ്ണി തമ്പുരാൻ. അയാൾ നിലവറയുടെ കവാടത്തിൽ സൂര്യനാരായണനെ തടഞ്ഞുകൊണ്ട് നിലയുറപ്പിച്ചു. അപ്പോഴും തമ്പുരാൻ്റെ ശരീരത്തിലെ മുറിവിൽ നിന്നും രക്തം പുറത്തേക്ക് തുളുമ്പിക്കൊണ്ടിരുന്നു. തന്നെ തടുത്ത മാധവനുണ്ണിക്കു നേരെ സൂര്യനാരായണൻ ചുരിക വീശി. ചുരികയുടെ പ്രഹരം
അയാളുടെ മുതുകിലും നെഞ്ചിൻ കൂടിലും വീണ്ടും മുറിവുകൾ ഏൽപ്പിച്ചു. തമ്പുരാൻ അവശനായി. നിലവറയുടെ കവാടത്തിന് മുന്നിൽ നിന്നും അയാൾ ഗോവണിപ്പടിയിൽ നിലവറയുടെ താഴെ മലർന്നിടിച്ചു വീണു. പെട്ടെന്നാണ് അവിടെ മാടശ്ശേരി പൂമുഖത്ത് തമ്പുരാൻ്റെ ശിഷ്യന്മാരുടെ കാൽപെരുമാറ്റം സൂര്യനാരായണൻ കേട്ടത്. അയാൾ ആദ്യമൊന്ന് പകച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ, പിന്നെ മറ്റൊന്നും ആലോചിക്കാതെ നിലവറയുടെ കൂറ്റൻ ഉരുക്കുവാതിലുകൾ വളരെ ധൃതിയിൽ കൊട്ടിയടച്ചു. വാതിലിൽ അപ്പോൾ ഉണ്ടായിരുന്ന താക്കോൽ കൊണ്ട് പഞ്ചലോഹ താഴു പൂട്ടി. താൻ നിയോഗിച്ച 2 പേരോടും പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ അയാൾ കൽപ്പിച്ചു. അവർ സൂര്യനാരായണൻ പറഞ്ഞതനുസരിച്ചു. അടുത്ത ഊഴം അയാൾ ദ്രുതവേഗതയിൽ മറ്റൊരു വഴിയിലൂടെ കുതിരപ്പുറത്ത് കയറി അവിടെ നിന്നും രക്ഷപ്പെട്ടു. തമ്പുരാൻ്റെ ശിഷ്യന്മാർ കളരിക്കളത്തിൽ എത്തിയപ്പോൾ കണ്ട കാഴ്ച അവരെ ആശ്ചര്യപ്പെടുത്തി. അവിടെ കളരിയിൽ ഒരാൾ ഏറ്റുമുട്ടി മരിച്ച നിലയിൽ കിടക്കുന്നു. പരിസരത്തെങ്ങും മറ്റാരെയും കാണാനും കഴിഞ്ഞില്ല. കളത്തിലാകെ രക്തത്തുള്ളികൾ പതിഞ്ഞിരിക്കുന്നു. എവിടെ തമ്പുരാൻ? അവർ ആശാനെ അന്വേഷിച്ചു. അവിടെയെങ്ങും ആരെയും കാണാനില്ല. ശിഷ്യന്മാർ പരിഭ്രമിച്ചു. തമ്പുരാൻ എന്തോ അപകടം പിണഞ്ഞിട്ടുണ്ട്. അവർ ആകുലപ്പെട്ടു. തമ്പുരാൻ തിരുമനസ് എവിടെ? മാടശ്ശേരി മാധവനുണ്ണി തമ്പുരാനെ കൊട്ടാരത്തിൽ ഓരോ ദിക്കിലും ശിഷ്യന്മാർ അന്വേഷിച്ചു. പക്ഷേ അവിടെയെങ്ങും തമ്പുരാനെ കാണാൻ സാധിച്ചില്ല. ശിഷ്യന്മാർ നിലവറയുടെ മുന്നിലേക്ക് വന്നു നോക്കി. അതിൻ്റെ ഉരുക്കുവാതിലുകൾ താക്കോലിട്ട് പൂട്ടിയ നിലയിലായിരുന്നു. അത് തുറന്നു നോക്കണമെങ്കിൽ അതിൻ്റെ താക്കോൽ തമ്പുരാൻ്റെ കയ്യിലും. എന്ത് ചെയ്യണമെന്നറിയാതെ ശിഷ്യന്മാർ ആശങ്കാകുലരായി. മാരക മുറിവേറ്റ് ബോധമറ്റ് കിടക്കുന്ന മാധവനുണ്ണി തമ്പുരാൻ ആ നിലവറയ്ക്കകത്ത് ഉണ്ടെന്ന് തിരിച്ചറിയാൻ അവർക്കാർക്കും സാധിച്ചില്ല. നിലവറയുടെ താക്കോലുമായി ദേവർമഠം സൂര്യനാരായണൻ മറ്റാരും കാണാതെ ദേവർമഠത്തിലേക്ക് കടന്നു. അതേസമയം കിഴക്കൻ അങ്കത്തട്ടിൽ വീര്യം പകർന്ന് ആവേശ പോരാട്ടത്തിൽ എതിരാളി വീരമഹേന്ദ്രവർമ്മയുടെ മകൻ വീരഭദ്രനെ മാധവനുണ്ണി തമ്പുരാൻ്റെ മകൻ അനന്തൻ തമ്പുരാൻ വാളിൻ തലപ്പിൽ നിർത്തി വെട്ടിവീഴ്ത്തി. അങ്ങനെ 7 അംഗവും ജയിച്ചു. വിജയശ്രീലനായി കാണികളുടെ വിജയഹാരവും ദേശത്തിൻ്റെ അഭിമാനവും കാത്ത് അനന്തൻ തമ്പുരാൻ പുതിയ ചേകവറായി. അങ്ങനെ മാടശ്ശേരിയിൽ മാധവനുണ്ണി തമ്പുരാൻ്റെ പിൻഗാമിയായി അനന്തൻ തമ്പുരാൻ്റെ സ്ഥാനാരോഹണം നടന്നു. മാടശ്ശേരിയിൽ മാധവനുണ്ണി തമ്പുരാൻ ഒരു തിരോധാനമായി അവശേഷിച്ചു. അടയ്ക്കപ്പെട്ട നിലവറ അടഞ്ഞു തന്നെ കിടന്നു. പഴയ പ്രതാപകാലം ഒഴിഞ്ഞു. ആനയും അമ്പാരിയും ഒഴിഞ്ഞ മാടശ്ശേരി കൊട്ടാരം അങ്ങനെ ശൂന്യമായി. മാടശ്ശേരി കൊട്ടാരത്തിൻ്റെ ഗോപുരവാതിൽക്കൽ എത്തിയപ്പോൾ ശേഖരൻ
കുനിഞ്ഞു നിന്ന് കൊട്ടാരത്തിൻ്റെ പൂമുഖത്തേക്ക് നോക്കി. അയാളുടെ കണ്ണുകൾ കൊട്ടാരം കണ്ട് ജ്വലിച്ചു. ബാല്യത്തിൽ ആ തിരുമുറ്റത്ത് വെച്ച് ഒരുപാട് കളിച്ചിട്ടുണ്ട്. പിന്നെ അച്ഛൻ മരണക്കിടപ്പിൽ പറഞ്ഞ അന്ന് മുതൽ ആഗ്രഹിച്ചതാണ് ആ കൊട്ടാരവും അതിനകത്തെ തുറക്കപ്പെടാത്ത നിലവറകളിലെ വിലമതിക്കാനാകാത്ത ഒത്തിരി രഹസ്യങ്ങളും വിസ്മയങ്ങളും. അടിയാളായ കുഞ്ഞുകുട്ടനെ നോക്കി ശേഖരൻ എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ വല്ലാത്ത ഭാവത്തോടെ പറഞ്ഞു. അയാൾ വെറ്റില മുറുക്ക് പുറത്തേക്ക് തുപ്പി അമർഷം മുഖത്ത് പ്രകടിപ്പിച്ചു. ദേവർമഠം ശേഖരൻ മാടശ്ശേരി കൊട്ടാരത്തിലേക്ക് മിഴികൾ കൂർപ്പിച്ചു. അയാളുടെ ഓർമ്മകൾ അല്പം കൊഴിഞ്ഞ കാലങ്ങളിലേക്ക് ഒഴുകി. ഉമ്മറത്ത് പഴയ ചാരുക്കസേരയിൽ നിവർന്ന് കിടക്കുകയാണ് അനന്തൻ തിരുമനസ്. പഴയ നാടുവാഴി തമ്പുരാൻ, പരമ്പരയിലെ അവസാന കണ്ണി. ഒരു മകനുണ്ട്, ബുദ്ധിസ്ഥിരതയില്ലാത്ത ചെറുപ്പക്കാരൻ, ഉണ്ണിത്തമ്പുരാൻ. പക്ഷേ ഇടയ്ക്ക് ആൾ വല്ലാതെ അസ്വസ്ഥനാകും. അപ്പോൾ ആൾക്ക് വല്ലാത്ത കരുത്തായിരിക്കും, ശൗര്യ സ്വഭാവം. പിന്നെ അനന്തൻ തമ്പുരാൻ തിരുമനസിൻ്റെ പത്നി ഊർമിള തമ്പുരാട്ടി, മാടശ്ശേരിയിലെ പഴയ വേലക്കാരി സാവിത്രിയുടെ മകൾ ലക്ഷ്മി, മാടശ്ശേരിയിലെ ഒരു അംഗത്തെ പോലെ കൊട്ടാരത്തിൽ അവർക്കൊരു സഹായിയായും മകളായുമുണ്ട്. കോണിപ്പടി കയറുമ്പോൾ അയാൾ ഉമ്മറത്തേക്ക് വരുമ്പോൾ ഒന്ന് ചുമച്ചു. പാതി മയക്കത്തിലാണ്ട അനന്തൻ തമ്പുരാൻ പതുക്കെ മിഴി തുറന്നു. അപ്പോഴാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ശേഖരനെ തമ്പുരാൻ ശ്രദ്ധിച്ചത്. അയാൾ മെല്ലെ ഇരിപ്പിടത്തിൽ നിന്നും തല ഉയർത്തി. അടിയൻ ഒന്ന് കണ്ടേച്ചു പോകാം എന്ന് കരുതി വന്നതാണ്. ഒരു പരിഹാസ രൂപേണ ശേഖരൻ അയാളോട് പറഞ്ഞു. അനന്തൻ തമ്പുരാന് അയാളുടെ സംസാരം കേട്ട് വല്ലാത്ത പ്രയാസം തോന്നി. പരിഹസിക്കുകയാണോ ശേഖര? തമ്പുരാൻ അയാളെ നോക്കി ചങ്കിടിപ്പിയോടെ ചോദിച്ചു. ശേഖരന് കലി വന്നു. വർഷം 3 കഴിഞ്ഞു പണം വാങ്ങിയിട്ട്, അതും പല തവണയായി. ഇപ്പോൾ പലിശയും പലിശന്മേൽ പലിശയും കയറി നിൽക്കുകയാണ്. മുതല് അവിടെ നിൽക്കട്ടെ, പലിശ ഇനത്തിലെ ബാധ്യത തീർത്തുകൂടെ തമ്പ്രാനെ? ശേഖരൻ അയാളോട് അമർഷത്തോടെ പറഞ്ഞു. ആനന്ദൻ തമ്പുരാൻ പതുക്കെ കസേരയിൽ നിന്നും എഴുന്നേറ്റ്. അയാൾക്ക് ശേഖരനോട് എന്തു പറയണമെന്ന് അറിഞ്ഞില്ല. എങ്കിലും അയാൾ ദയനീയതയോടെ പറഞ്ഞു. നിവൃത്തി ഇല്ലാഞ്ഞിട്ടാണ് ശേഖര, കുറച്ചുകൂടെ സമയം തരണം, എങ്ങനെയെങ്കിലും കടം വീട്ടാം. അയാൾ ശേഖരന് മുമ്പിൽ കൈകൂപ്പി. കയ്യിൽ പണമില്ലെങ്കിൽ തമ്പുരാൻ ഈ കൊട്ടാരവും തുടിയും ഇങ്ങ് എഴുതി തന്നേക്ക്, ബാക്കി അങ്ങോട്ട് എത്രയാന്ന് വെച്ചാ അങ്ങ് തന്നേക്കാം. ശേഖരൻ പല്ല് ഞെരിച്ചുകൊണ്ട് അനന്തൻ തമ്പുരാനോട് കണിശമായി പറഞ്ഞു. കൊട്ടാരം എഴുതി തരികയോ? ശിവ ശിവ! അയാൾക്ക് അത് ഉൾക്കൊള്ളാനായില്ല. അതൊന്നും നടപ്പില്ല. വാങ്ങിയ പണം ശേഖരന് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിത്തരും. എൻ്റെ ഇളയ മകൻ അപ്പോഴേക്കും വരും.
ആനന്ദൻ തമ്പുരാൻ ശേഖരനോട് പറഞ്ഞു. ശേഖരന് അയാളുടെ വാക്കുകൾ കേട്ട് കലിയടങ്ങിയില്ല. എവിടെയാണെന്ന് യാതൊരു അഡ്രസ് പോലും ഇല്ലാത്ത മകനെയും കാത്ത് ഇനിയും കാത്തിരിക്കണം എന്നോ? അയാൾ പിറുപിറുത്തു. അവൻ ജീവിച്ചിരിപ്പുണ്ടോ ചത്തോ എന്ന് ആർക്കറിയാം? ശേഖരന് കോപമടക്കാനായില്ല. ഹേയ് മിസ്റ്റർ, നിങ്ങൾ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? ഒരല്പം കരുണ കാണിക്ക്. വാതിലിന് പിറകിൽ നിന്നുകൊണ്ട് ലക്ഷ്മിക്കുട്ടി ശേഖരനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. ആ ശബ്ദം ഉയർന്ന ഭാഗത്തേക്ക് ശേഖരൻ നോക്കി. ഓഹോ, കൊച്ചു തമ്പ്രാട്ടിക്ക് പൊള്ളിയോ? പെടപെടക്കണ നോട്ട് വാങ്ങുമ്പോൾ ഓർക്കണമായിരുന്നു, പണം തിരിച്ചു കൊടുക്കേണ്ടതാണെന്ന്. അല്ലാതെ അവധിയും കഴിഞ്ഞാൽ കരുണയും കാരുണ്യവും എല്ലാം വറ്റിപ്പോകും. അടുത്ത ആഴ്ച ഞാൻ വരും. അപ്പോഴേക്കും പണം ശരിയാക്കിയില്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് പൊറുതി കൂടും, പറഞ്ഞേക്കാം. ശേഖരൻ മുഴുവൻ കലിപ്പോടെ അവളോട് പറഞ്ഞു. എന്നിട്ട് അയാൾ മുണ്ടും അരക്കെട്ടുറപ്പിച്ചു പുറത്തേക്കിറങ്ങി. വരാന്തയിൽ നിന്നും അനന്തൻ തമ്പുരാൻ ലക്ഷ്മിക്കുട്ടിയുടെ മുഖത്തേക്ക് നീറുന്ന വേദനയോടെ നോക്കി. ജാലകത്തിനിടയിൽ നിന്ന് അവൾ വിഷമിക്കേണ്ട എന്ന ഭാവത്തോടെ അയാളെ നോക്കി സമാധാനിപ്പിച്ചു. കറവ പറ്റിയ പശുവിനെ പോലെയാണ് മാടശ്ശേരി കൊട്ടാരം. ഒരു പ്രതാപകാലമുണ്ടായിരുന്നു കൊട്ടാരത്തിന്. തമ്പ്രാക്കന്മാർ നാടുവാണ കാലം. ആ ആഭിജാത്യം ഒക്കെ അന്യാധീനപ്പെട്ടിരിക്കുന്നു. അന്ന് ഒരു രാജകീയ മാളികയായിരുന്നു കൊട്ടാരം. ഇന്ന് ജീർണിച്ച അവസ്ഥയിലാണ്. അത് സാമ്പത്തികമായി എന്ന് മാത്രം. സമ്പത്താണല്ലോ എല്ലാറ്റിൻ്റെയും അടിത്തറ. ആനന്ദൻ തമ്പുരാൻ്റെ 2 മക്കളിൽ മൂത്തവൻ ഉണ്ണിത്തമ്പുരാൻ, ഇളയവൻ കുട്ടൻ തമ്പുരാൻ എന്നാണ് ഇല്ലത്തുള്ളവരും നാട്ടുകാരും എല്ലാവരും വിളിച്ചിരുന്നത്. മൂത്തവൻ ഉണ്ണിത്തമ്പുരാൻ ബുദ്ധിസ്ഥിരത ഇല്ലാത്തതുകൊണ്ട് തന്നെ കൊട്ടാരത്തിലെ തെക്ക് വശത്തെ ഒരു മുറിയിൽ പുറത്ത് കടക്കാനാവാത്ത വിധം പൂട്ടിയിട്ടിരിക്കുകയാണ്. ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ. ഊർമിളത്തമ്പുരാട്ടി കൊട്ടാരത്തിൽ തന്നെ. ഇളയ മകൻ അർജുനൻ നാട് വിട്ടതിൽ പിന്നെ ആകെ തളർന്ന മട്ടിലാണ്. അനന്തൻ തമ്പുരാൻ്റെ ആകെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷയായിരുന്നു അർജുനൻ. പെട്ടെന്നൊരു ദിവസം ആരോടും പറയാതെ കൊട്ടാരത്തിൽ നിന്നും അപ്രത്യക്ഷമായതാണ്. പിന്നെ തിരിച്ചു വന്നിട്ടില്ല. തമ്പ്രാൻ്റെ കടം അവനെ തളർത്തിക്കളഞ്ഞു. ഇപ്പോൾ 5 വർഷമായി 26ാമത്തെ വയസ്സിൽ കാണാതായതാണ്. അതോടെ മാടശ്ശേരി കൊട്ടാരം ശൂന്യമായ അവസ്ഥയിലായി. അർജുനൻ തമ്പുരാൻ ആ കൊട്ടാരത്തിൻ്റെ ഐശ്വര്യമായിരുന്നു. നല്ല സൗന്ദര്യം, ഒത്തവണ്ണം, അത്യാവശ്യം അറിവ്, എല്ലാവർക്കും പ്രിയപ്പെട്ടവൻ. കഞ്ഞിയുമായി ഗോവണിപ്പടി കയറി ലക്ഷ്മിക്കുട്ടി മുകൾ നിലയിൽ ഊർമിളത്തമ്പുരാട്ടിയുടെ മുറിയിലെത്തി. ആ കൊട്ടാരത്തിലെ ഏറ്റവും വലിയ മുറിയിൽ മഞ്ചൽ കട്ടിലിൽ തളർന്നു കിടക്കുകയാണ് ഊർമിളത്തമ്പുരാട്ടി. അവൾ തമ്പുരാട്ടിയുടെ കട്ടിലിനരികിൽ എത്തി
അമ്മേ, എഴുന്നേൽക്കൂ! ലക്ഷ്മിക്കുട്ടി അവരെ വിളിച്ചു. പാതി മയക്കത്തിലായ അവർ മെല്ലെ കണ്ണു തുറന്നു. പടിവാതിലിൽ അർജുനൻ വന്നോ കുട്ടി? ഊർമിള തമ്പുരാട്ടി അവളോട് പരിഭ്രമത്തോടെ ചോദിച്ചു. ലക്ഷ്മിക്കുട്ടി ഒരു ചെറു പുഞ്ചിരിയോടെ ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ തമ്പുരാട്ടിയുടെ മുഖം വാടി. അത് മനസ്സിലാക്കിയ അവൾ തെല്ല് ആവേശത്തോടെ, അർജുനൻ ഒരിക്കൽ വരുമെന്ന് തമ്പുരാട്ടിക്ക് പ്രതീക്ഷ നൽകി. മകൻ അർജുനൻ വരുമെന്ന പ്രതീക്ഷയോടെ മാടശ്ശേരി പടിവാതിൽ ജാലകത്തിലൂടെ നോക്കി നിൽക്കും എപ്പോഴും ഊർമിള തമ്പുരാട്ടി. അന്നൊരു ദിവസം സന്ധ്യ മയങ്ങിയ നേരത്ത് മാടശ്ശേരിയുടെ മുറ്റത്ത് അപരിചിതരുടെ കാലച്ചകൾ കേട്ട് ഊർമിള തമ്പുരാട്ടി അവർ ജാലകത്തിലൂടെ മിഴികൾ കൂർപ്പിച്ചു. പടിവാതിലിൽ അംഗം ജയിച്ച് അർജുനൻ വന്നു എന്നവർ ബഹളം വെച്ചു പറഞ്ഞു. ആ സമയം പൂജാമുറിയിൽ അനന്തൻ തമ്പുരാൻ പ്രാർത്ഥനയിലായിരുന്നു. താൻ പ്രാർത്ഥനയിൽ മുഴുകിയ വേളയിൽ തനിക്ക് പിന്നിലായി ആരുടെയൊക്കെയോ നിഴൽ തമ്പുരാൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അനന്തൻ തമ്പുരാൻ മെല്ലെ മുഖം തിരിച്ച് പിന്നിലേക്ക് നോക്കിയതും പെട്ടെന്ന് വാളിൻതലമ്പ് അയാളുടെ കഴുത്തിനു നേരെ ചീറി വന്നതും ഒരുമിച്ചായിരുന്നു. ഒരൊറ്റ വീശലിൽ അയാളുടെ ശരീരത്തിൽ നിന്നും ആ ശിരസ് അനന്തമായി വേർപെട്ടു. രക്തം ഭിത്തിയിലാകെ ചിതറിത്തെറിച്ചു. എല്ലാം പെടുന്നതിനെയായിരുന്നു. ഓർക്കാപ്പുറത്തെ നിശബ്ദമായ ആക്രമണം. ശിരസ് ഛേദിക്കപ്പെട്ട തമ്പുരാന്റെ ശരീരം തറയിൽ കിടന്നു. ആകാശത്ത് ഇരുട്ട് പടർന്ന സമയം കുറുക്കന്മാരുടെ ഊരിയിടുന്ന ശബ്ദം. നിമിഷങ്ങൾക്കകം മാടശ്ശേരി കൊട്ടാരത്തിനകത്തു നിന്നും വിലാപമായി നിലവിളികൾ ഉയർന്നു. ആ സമയം ആകാശത്തു നിന്നും വല്ലാത്ത ഇടിമുഴക്കത്തോടെ ശക്തമായ മഴ പെയ്തിറങ്ങി. മുരൾച്ചയോടെയുള്ള ഇടിമുഴക്കവും. മാടശ്ശേരി കൊട്ടാരത്തിനകത്തു നിന്നും കാലൊച്ചകൾ അകത്ത് പ്രതിധ്വനിച്ചു. നടന്നു നീങ്ങുന്ന കാലാൾപ്പടയുടെ വാളിൻതുമ്പിൽ നിന്നും ചുടുരക്തം തറയിലേക്ക് ഉറ്റിയൂറ്റി കുതിർന്നു വീണു. തറയിലാകെ ആ രക്തം പടർന്നൊലിച്ചു. തിമർത്തു പെയ്യുന്ന മഴയെ വകവെക്കാതെ ആ ആക്രമികാരികൾ കൊട്ടാരത്തിനു വെളിയിൽ ഇറങ്ങി. ഗോപുരവാതിൽ കടന്നു അവർ മുന്നോട്ട് നീങ്ങുന്നതിനിടയിൽ കൂട്ടത്തിൽ നിന്നും അയാൾ തല ചിരിച്ചുകൊണ്ട് ആ പടിവാതിലിൽ നിന്നും മാടശ്ശേരി കൊട്ടാരത്തിലേക്ക് നോക്കി. പെട്ടെന്ന് ആ കൊട്ടാരമാകെ വല്ലാത്തൊരു വെളിച്ചം പരന്നു. ചുവന്ന നിറത്തിൽ ഒരു വെട്ടം. അത് കൊട്ടാരമാകെ പ്രകാശം പരത്തി. അയാൾ ആശ്ചര്യത്തോടെ അവിടേക്ക് നോക്കിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. മാടശ്ശേരി കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ വാളും പരിചയവും ഏറ്റുമുട്ടുന്ന ശബ്ദം അന്തരീക്ഷത്തിൽ അലയടിച്ചു. കൊട്ടാരത്തിലുള്ളവരെയെല്ലാം ബാക്കി വെക്കാതെ നിഷ്കാസനം ചെയ്തിരുന്നല്ലോ. ആരാ അവിടെ അവശേഷിച്ചിരിക്കുന്നത്? കാലാൾപ്പടയുടെ കൂട്ടത്തിൽ നിന്നും മാടശ്ശേരിയിലേക്ക് അതിശയത്തോടെ നോക്കിയപ്പോൾ ആ കണ്ണുകൾ മിന്നൽ പിണറായി
ഒരു ഉൾഭയത്തോടെ ഗോപുരവാതിൽക്കൽ നിന്നും മാടശ്ശേരി നോക്കി നിൽക്കുന്ന ദേവർമഠം ശേഖരൻ അയാളുടെ കണ്ണുകളെ പിൻവലിപ്പിച്ചു. നടുക്കുന്ന ആ ഓർമ്മ അയാളുടെ ഉള്ളിൽ പതിയെ അനാവരണം ചെയ്യപ്പെട്ട നിമിഷം എല്ലാം ഇന്നലകളിൽ സംഭവിച്ച പോലെ അയാളുടെ കണ്ണുകളിൽ മിന്നിമറഞ്ഞു. ആളും ആരവവും ഒഴിഞ്ഞ മാടശ്ശേരി കൊട്ടാരം മൂകതയാൽ തളം കെട്ടിയിരുന്നു. ആ നിമിഷം കാടുപിടിച്ച് ജീർണിച്ച് നിൽക്കുന്ന മാടശ്ശേരി എന്തോ വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്നത്, എന്തോ വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷം അവിടെ മൂടപ്പെട്ടിരുന്നു. പക്ഷേ അപ്പോഴും ശേഖരൻ്റെ മനസ്സു നിറയെ കൊട്ടാരത്തിലെ നിലവറയിലെ വിലമതിക്കാനാവാത്ത നിധിയെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു. ചക്രവാളം കടലിനെ ചുംബിച്ചു. ആകാശം ചുവന്നു. അന്തരീക്ഷം ഇരുട്ടിലേക്ക് വഴിമാറി. ദേവർമഠം ശേഖരൻ അതുര ചുംബിയായ മാടശ്ശേരി കൊട്ടാരം കണ്ണെടുക്കാതെ നോക്കി. ഇരുട്ടണഞ്ഞ ആ സമയം മാടശ്ശേരി കൊട്ടാരത്തിൽ നിന്നും വാളിൻ്റെയും പരിചയുടെയും ശബ്ദം പതുക്കെ ശേഖരൻ്റെ കാതുകളിൽ നിയലിച്ചു. പെട്ടെന്നയാൾ ആ ഗോപുരവാതിൽക്കൽ നിന്നും കാലുകൾ പിന്നോട്ട് വലിച്ചു. അസ്വസ്ഥമായ മനസ്സുമായി അയാൾ അവിടെ നിന്നും ദേവർമഠത്തിലേക്ക് മെല്ലെ നീങ്ങി. പിറ്റേ ദിവസം ദേവർമഠത്തിൽ 4 കെട്ടിനുള്ളിലെ അടച്ചുറപ്പുള്ള മുറിയിലിരുന്ന് ശേഖരനും രുദ്രനും എന്തൊക്കെയോ ചെയ്യാനുള്ള പുറപ്പാടിലാണ്. അവർ രണ്ടുപേരും അന്തിമ തീരുമാനമെടുക്കുകയാണ്. മാടശ്ശേരിയിൽ കടന്ന് നിലവറ തകർത്ത് അതിനകത്തെ വിലപിടിപ്പുള്ള നിധി കവർന്നെടുക്കുക. അതിന് ഇന്ന് രാത്രി വിശ്വസ്തരായ 3-4 ശിഷ്യന്മാരെയും കൂട്ടി രുദ്രൻ്റെ നേതൃത്വത്തിൽ രാത്രി മാടശ്ശേരിയിൽ കടക്കുക. ശേഖരൻ തീരുമാനം രുദ്രനെ അറിയിച്ചു. അവിടുന്ന് തീരുമാനിച്ചാൽ പിന്നെ മറ്റൊന്നും ആലോചിക്കാനില്ല. പക്ഷേ അടിയന് തരാമെന്നേറ്റത്. രുദ്രൻ ഗുരു ദേവർമഠം ശേഖരനെ മിഴിച്ചൊന്ന് നോക്കിക്കൊണ്ട് ശേഖരനെ ഓർമ്മപ്പെടുത്തി. അതൊക്കെ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചതല്ലേ, പിന്നെ എന്തു പറയാൻ? മനസ്സിൽ വിദ്വേഷത്തിൻ്റെ സ്വരം പുറപ്പെടുവിച്ച് ശേഖരൻ കപടമായി പുഞ്ചിരിച്ചുകൊണ്ട് വാക്കുകൊടുത്തു. അന്ന് സന്ധ്യ കഴിഞ്ഞ് ദേവർമഠത്തിലെ കളരിക്കളത്തിൽ ശേഖരൻ ശിഷ്യന്മാരായ രുദ്രനോടൊപ്പം വന്നു. നിലവിളക്കിനരികിൽ തറയിൽ കമഴ്ത്തി വെച്ച ചുവന്ന പട്ടിൽ പൊതിഞ്ഞ ഉടവാൾ ശേഖരൻ കയ്യിലെടുത്തു. എന്നിട്ടയാൾ അത് നെഞ്ചോട് ചേർത്ത് വെച്ച് എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉരുവിട്ടു. അത് കണ്ട് ഭക്തിയോടെ രുദ്രനും ശിഷ്യന്മാരും അയാളെ അനുകരിച്ചു. പഴയ നാടുവായുത്തമൊക്കെ അസ്തമിച്ചതിനാൽ പടയും പരിവാരങ്ങളൊന്നും കൂട്ടിനില്ല. കൂട്ടിനുള്ളത് ശക്തിയും തൻ്റെ ഇടവുമുള്ള പഴയ ശിഷ്യൻ രുദ്രൻ. ദേവർമഠം ശേഖരൻ്റെ ധൈര്യം അതാണ്. ആ ആത്മബലത്തിലാണ് മാടശ്ശേരിയിലേക്കുള്ള പടപ്പുറപ്പാടും. അന്ന് മാടശ്ശേരിയിൽ
പോരാളികൾ ഉണ്ടായിരുന്നു. ഇന്നവിടം ശൂന്യമാണ്. പടിവാതിൽ അടഞ്ഞു കിടക്കുന്ന വെറും അസ്ഥിവാരം കൊഴിഞ്ഞ സിംഹാസനമുള്ള കൊട്ടാരം മാത്രം. പക്ഷേ ആ കൊട്ടാരത്തിനകത്തെ വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന നിലവറയിലെ നിധി, ശേഖരൻ്റെ കണ്ണുകൾ അതിലേക്കാണ് ചൂണ്ടയിടുന്നത്. അത് ശേഖരന് മാത്രം അറിയാവുന്ന രഹസ്യം. ഇപ്പോൾ അതറിയാവുന്ന മറ്റൊരാൾ, രുദ്രൻ, ശേഖരൻ്റെ വിശ്വസ്ത ശിഷ്യൻ. രാത്രി 11 മണിയോടടുത്ത സമയം. ദേവർമഠത്തിൽ നിന്നും ശേഖരനും രുദ്രനും ഒപ്പം 3 ശിഷ്യന്മാരും കുതിരപ്പുറത്തിരുന്ന് മാടശ്ശേരി കൊട്ടാരം ലക്ഷ്യമാക്കി നീങ്ങി. മുന്നിൽ ചൂട്ടയുടെ വെട്ടത്തിൽ അവർ പാടവും വരമ്പും താണ്ടി മാടശ്ശേരിയിലെ ഇടനാഴിയിലെത്തി. വിജനമായി കിടക്കുന്ന ഇടനാഴി രാത്രിയുടെ ഇരുട്ടിനാൽ കറുത്തിരുണ്ടിരുന്നു. കുറുക്കന്മാർ ഓരിയിടുന്ന ശബ്ദം അന്തരീക്ഷത്തിൽ പരന്നു. മാടശ്ശേരിയുടെ തിരുമുറ്റത്ത് കുതിരക്കുളമ്പടികളുടെ ശബ്ദം നിയലിച്ചു. കറുത്ത അന്തരീക്ഷത്തിൽ മാടശ്ശേരി കൊട്ടാരം തലയുയർത്തി നിൽക്കുന്ന കാഴ്ച അവരെ അമ്പരപ്പിച്ചു. നിലത്ത് വീണ് കിടക്കുന്ന ഉണങ്ങിയ ചപ്പുചവറുകൾ കൊണ്ട് ആ തിരുമുറ്റം ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. മാടശ്ശേരി കൊട്ടാരത്തിന് അടുത്തെങ്ങും ഒറ്റ വീടോ ആൾതാമസമോ ഉണ്ടായിരുന്നില്ല. മാടശ്ശേരി അടഞ്ഞു കിടക്കുകയാണ്. ഒഴിഞ്ഞു കിടക്കുന്ന ശൂന്യമായ പരിസരം. ദേവർമഠം ശേഖരനും ശിഷ്യൻ രുദ്രനും ഒപ്പം കൂട്ടാളികളായ 3 പേരും മാടശ്ശേരിയുടെ തിരുമുറ്റത്ത് കുതിരകളുമായി പടിവാതിൽക്കൽ വന്നിറങ്ങി. അവിടെ നിന്നും മാടശ്ശേരി കൊട്ടാരത്തിലേക്ക് അവർ കണ്ണുകൾ കൂർപ്പിച്ചു. വിളക്കുകൾ അണഞ്ഞ ജീർണിച്ചുപോയ കൊട്ടാരം, പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന തിരുമുറ്റത്തെ തുളസിത്തറ. അവർ മെല്ലെ പടിവാതിൽക്കലിൽ നിന്നും മുന്നോട്ട് ചവിട്ടുപടി ലക്ഷ്യമാക്കി നീങ്ങി. ഒളിയുന്ന കരവാളിൻ്റെ നിഴൽ വെളിച്ചം ചൂട്ടവിളക്കിൻ്റെ വെട്ടത്താൽ മിന്നിത്തിളങ്ങി. അവർ കവാടത്തിനരികിലെത്തി. അടഞ്ഞുകിടക്കുന്ന പടുകുറ്റൻ കൊട്ടാരവാതിൽ. അതിൽ നിറയെ മാറാല മൂടപ്പെട്ടിരിക്കുന്നു. മുന്നിൽ നിൽക്കുന്ന രുദ്രൻ കൈകൾ കൊണ്ട് ആദ്യം മാറാലുകൾ നീക്കാൻ തുടങ്ങി. അപ്പോഴാണ് ദേവർമഠം ശേഖരൻ വരാന്തയിൽ ജീർണിച്ച് ഒഴിഞ്ഞു കിടക്കുന്ന ചാരുകസേര ശ്രദ്ധിച്ചത്. ശേഖരൻ അതിലേക്ക് അതിശയത്തോടെ മിഴികൾ കൂർപ്പിച്ചു. പെട്ടെന്ന് ശേഖരൻ്റെ കണ്ണുകളിൽ ഒരു ഞെട്ടലുണ്ടായി. അയാൾ തൻ്റെ നോട്ടം പെട്ടെന്ന് പിൻവലിച്ചു. എന്തോ ആ പഴയ ചാരുകസേരയിൽ അനന്തൻ തമ്പുരാൻ നിവർന്നിരിക്കുന്നതായി ശേഖരന് തോന്നിപ്പോയി. അയാളുടെ ഉള്ളം ഒന്ന് പിടഞ്ഞു. ഉള്ളിലെ ഭീതിയിൽ തൊണ്ടയിലെ ഉമിനീർ കീപ്പോട്ടിറങ്ങിപ്പോയി. ശേഖരൻ പിന്നെ ആ ചാരുകസേരയിലേക്ക് നോക്കിയില്ല. രുദ്രൻ അരികിൽ ധൈര്യം സംഭരിച്ച് നിലയുറപ്പിച്ചു. രുദ്രൻ അതിനിടയിൽ ഒരു ചെറിയ വളഞ്ഞ ചുരിക കൊണ്ട് വാതിലിൻ്റെ പൂട്ട് ഇളക്കി. വാതിൽ തുറന്നു. പെട്ടെന്നാണ് ആ ഇരുട്ടണഞ്ഞ കൊട്ടാരത്തിൻ്റെ അകത്തളത്തിൽ നിന്നും ഒത്തിരി കടവാതിലുകൾ പുറത്തേക്ക് പ്രവഹിച്ചത്.
അമ്പരപ്പോടെ അവരത് കണ്ടുനിന്നു. പിന്നെ പതുക്കെ അവർ അകത്തേക്ക് ചുവടുകൾ എടുത്തു വെച്ചു. കൂട്ടാളികളിൽ ഒരാൾ റാന്തൽ വിളക്കിൽ തീ തെളിച്ചു. അതിൻ്റെ വെട്ടത്തിൽ അവർ കളരിക്കളത്തിനോട് ചേർന്ന് കിടക്കുന്ന നിലവറ ലക്ഷ്യമാക്കി മെല്ലെ നടന്നു. പുറത്തു നിന്നും അന്തരീക്ഷത്തിൽ ഉയർന്ന കുറുക്കന്മാരുടെ ഓരിയിടുന്ന ശബ്ദം അപ്പോഴും അവരുടെ കാതുകളിൽ നിയലിച്ചു. ശേഖരനും രുദ്രനും കൂട്ടാളികളും നിലവറയുടെ കവാടത്തിനരികിൽ എത്തി. അപ്പോഴും അവിടമാകെ നിശബ്ദത തളം കെട്ടിയിരുന്നു. ശേഖരൻ മണിസഞ്ചിയിൽ കരുതിയ ഒരു മൂളം നീളമുള്ള ചെമ്പിൽ തീർത്ത താക്കോൽ വിറയാർന്ന കൈകളിലെടുത്ത് രുദ്രന് നൽകി. അപ്പോഴും ശേഖരൻ്റെ നെഞ്ച് പിടപിടയ്ക്കുന്നുണ്ടായിരുന്നു. എന്തോ ഒരു ഉൾഭയം അയാളിൽ നിയലിച്ചിരുന്നു. അല്പസമയത്തിനിടയിലെ പരിശ്രമത്തിനൊടുവിൽ നിലവറയുടെ ഭീമൻ വാതിൽ പതുക്കെ തുറക്കപ്പെട്ടു. ആ കവാടത്തിനരികെ റാന്തൽ വിളക്കിൻ്റെ വെട്ടം തെളിച്ചുകൊണ്ട് കൂട്ടാളിയായ ഒരുവൻ മുന്നോട്ട് വന്നു. ഞൊടിയിടയിൽ പെട്ടെന്നാണ് ഉഗ്രവിഷമുള്ള ഒരു പാമ്പ് ശരവേഗതയിൽ ചീറിയെടുത്തത്. റാന്തൽ കയ്യിലേന്തിയ കൂട്ടാളിയുടെ കഴുത്തിൽ വന്ന് അത് പതിച്ചു. അയാളാകെ പരിഭ്രാന്തനായി. രക്തവർണ്ണ കണ്ണുള്ള വിഷപ്പാമ്പ് കഴുത്തിൽ കിടന്ന് അയാളെ വിഷപ്പല്ലുകൾ കൊണ്ട് കൊത്തി. മിന്നൽ വേഗത്തിൽ അയാൾ തറയിൽ ഉരുണ്ട് നിലം പതിച്ചു. രുദ്രനും ശേഖരനും ആ കാഴ്ച കണ്ട് ഞെട്ടിത്തെരിച്ചു. അവർ നിലവറയുടെ കവാടത്തിൽ നിന്നും അല്പം പിന്നിലോട്ട് നീങ്ങി. ശേഖരൻ്റെ കാലുകൾ അപ്പോൾ ഭയത്തിനാൽ കുഴഞ്ഞു. പഴയ വീറും ചുറുക്കും ഒക്കെ നഷ്ടപ്പെട്ടു തുടങ്ങിയതായി അയാൾക്ക് തോന്നി. നിലവറയ്ക്കകത്ത് വിഷപ്പാമ്പുകളോ? രുദ്രൻ തെല്ലമ്പരപ്പോടെ ചോദിച്ചു. ശേഖരൻ ഒന്നും അറിയാത്ത ഭാവത്തിൽ തലയാട്ടി. അടുത്ത നിമിഷം രുദ്രന് കോപം കലിപൂണ്ടു. അയാൾ തറയിൽ വീണുകിടക്കുന്ന റാന്തൽ വിളക്ക് മെല്ലെയെടുത്ത് നിലവറയുടെ ഉള്ളിലേക്ക് വെട്ടം തെളിച്ചു. രുദ്രൻ അതിനകത്തെ കാഴ്ച കണ്ട് ആശ്ചര്യപ്പെട്ടു. നിറയെ മിന്നിത്തിളങ്ങുന്ന മഞ്ഞലോഹം, എണ്ണിയാലൊടുങ്ങാത്ത സ്വർണങ്ങൾ, രത്നങ്ങളും പവിഴങ്ങളും. രുദ്രന് പിന്നിൽ നിന്നുകൊണ്ട് ആ കാഴ്ച കണ്ട് ദേവർമഠം ശേഖരൻ മോഹാലസ്യപ്പെട്ടു. എത്രയും പെട്ടെന്ന് എല്ലാം ചാക്കുകളിലാക്കണം. നേരം വെളുക്കുന്നതിന് മുമ്പ് എല്ലാം ദേവർമഠത്തിൽ എത്തണം, ശേഖരൻ കൽപ്പിച്ചു. അപ്പോഴും തൻ്റെ പങ്കിനെക്കുറിച്ച് രുദ്രൻ ശേഖരനെ ഓർമ്മപ്പെടുത്തി. പക്ഷേ ശേഖരൻ എന്തൊക്കെയോ തീരുമാനിച്ചു വെച്ച ഭാവത്തോടെ അർത്ഥസമ്മതം മൂളി. രുദ്രൻ നാലുപാടുകളും കണ്ണുകൾ ഉരുവിട്ട് റാന്തൽ വെട്ടം തെളിച്ചുകൊണ്ട് നിലവറയുടെ ഉള്ളിലേക്ക് ചുവടുകൾ വെച്ചു. അപ്പോഴാണ് തങ്ങൾക്കൊപ്പം വന്ന കൂട്ടുകാരിൽ ഒരാൾ നാക്ക് പുറത്തേക്ക് ചാടി കണ്ണുകൾ തുറിച്ച് ജീവനറ്റ് തറയിൽ കിടക്കുന്നത് കണ്ടത്. വായിൽ നിന്നും നുരഞ്ഞു പൊന്തിയ പതയ്ക്കിടയിലൂടെ ഒരു പാമ്പ് പുറത്തേക്ക് ഇഴഞ്ഞു വരുന്നത് കണ്ട രുദ്രൻ ഒന്ന് പരുങ്ങി. എന്താണിത്? അയാൾ പരിഭ്രമത്തോടെ അത് നോക്കി നിന്നു. അപ്പോഴാണ് അയാളുടെ ശ്രദ്ധയിൽ ഭീതിതമായ ആ കാഴ്ച പതിഞ്ഞത്. ആ നിലവറ നിറയെ പാമ്പുകൾ
നുരഞ്ഞു പുളയുകയാണ്. എണ്ണിയാലൊടുങ്ങാത്തത്രയും വിഷപ്പാമ്പുകൾ നിലവറയ്ക്കകത്തെ നിധിക്ക് കാവൽക്കാരായി കിടക്കുന്നു. തൻ്റെ പിന്നിലായി നിൽക്കുന്ന ശേഖരന് രുദ്രൻ ആ കാഴ്ച കാണിച്ചു. അത് കണ്ട് ദേവർമഠം ശേഖരൻ്റെ ഉള്ളിൽ വല്ലാത്ത നടുക്കവും നിരാശയും ഉടലെടുത്തു. എങ്ങനെയെങ്കിലും നിലവറയ്ക്കകത്തെ നിധി കൈക്കലാക്കണം. വർഷങ്ങൾ അവസരത്തിനായി കാത്തിരുന്നത് അതിനുവേണ്ടിയാണ്. ശേഖരൻ രുദ്രനോട് കടുപ്പിച്ചു പറഞ്ഞു. പക്ഷേ ഈ കൊടും വിഷപ്പാമ്പിനെ മറികടന്ന് എങ്ങനെ നിധി കൈക്കലാക്കും? രുദ്രൻ ശേഖരനോട് ആശ്ചര്യത്തോടെ ചോദിച്ചു. ആ ചോദ്യം ശേഖരനെ തളർത്തിക്കളഞ്ഞു. അയാൾ രുദ്രന്റെ മുമ്പിൽ 18ാമത്തെ അടവ് പുറത്തെടുത്തു. ദേവർമഠം ശേഖരൻ രുദ്രന്റെ മുമ്പിൽ കൈകൂപ്പി, പ്രിയ ശിഷ്യ, ഗുരുവിൻ്റെ ആഗ്രഹം സാധിച്ചു തരണം. ഒരുപാട് കാലത്തെ മോഹമാണ്. ഇനിയും കാത്തിരിക്കാനാവില്ല. വിഷപ്പാമ്പുകളെ കൊന്നിട്ടാണെങ്കിലും ആ നിധി എടുത്തു തരണം. വേണമെങ്കിൽ അതിൻ്റെ പകുതി വരെ അവിടുന്ന് രുദ്രന് നൽകാം. ശേഖരൻ അയാളോട് കേണപേക്ഷിച്ചു. ശേഖരൻ്റെ ദയനീയമായ അപേക്ഷയും നിധിയുടെ പകുതി വിഹിതം നൽകാമെന്ന വാഗ്ദാനവും രുദ്രനെ സാഹസത്തിന് പ്രേരിപ്പിച്ചു. അയാൾ നിലവറയുടെ തൂണിലും ചുവരിലും ചുവട്ടിലുമുള്ള പാമ്പുകളെയെല്ലാം വാളിനിരയാക്കി കുറേ എണ്ണത്തിനെ കരവാളിനാൽ അരിഞ്ഞെടുത്തു. എന്നിട്ടും ആ നിലവറയ്ക്കുള്ളിലെ പാമ്പിനെ പൂർണ്ണമായും നിഷ്കാസനം ചെയ്യാൻ രുദ്രനായില്ല. നിലവറയ്ക്കുള്ളിലെ പാമ്പുകൾ ആശ്ചര്യപ്പെടുത്തി വീണ്ടും വീണ്ടും പുറത്തേക്ക് പ്രവഹിച്ചു. രുദ്രനും ശേഖരനും കടുത്ത പ്രയാസത്തിലായി. ഒരു നിലക്കും അവർക്ക് പാമ്പുകളെ നിലവറയിൽ നിന്നും തുരത്താനാകുന്നില്ല. ഇനി എന്ത് ചെയ്യും? രുദ്രൻ ശേഖരനോട് ചോദിച്ചു. അപ്പോഴാണ് നിലവറയുടെ കവാടത്തിൽ നിന്നും അനവധി പാമ്പുകൾ പുറത്തേക്ക് നുരഞ്ഞു പൊന്തിയത്. അവ തറയിലൂടെ വ്യാപകമായി ഇഴഞ്ഞു വന്നു. അത് കണ്ട് ഭയന്നുകൊണ്ട് ശേഖരൻ്റെ കണ്ണുകൾ തുറിച്ച് പുറത്തേക്ക് ചാടി. അയാൾ പെട്ടെന്ന് ഭയപ്പെട്ട് നിലവറയ്ക്കരികിലെ കളരിക്കളത്തിലേക്ക് നീങ്ങി. ആ സമയം രുദ്രൻ പാമ്പുകളെ ഓരോന്നായി വാളുപയോഗിച്ച് വകവരുത്തുന്നുണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. നിലവറയ്ക്കുള്ളിൽ നിന്നും തുടർച്ചയായി പാമ്പുകളുടെ വലിയ പ്രവാഹം തന്നെ ഉണ്ടായി. പലതരം നിറത്തിലും കോലത്തിലും ഉള്ള ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള പാമ്പുകൾ. രുദ്രൻ തൻ്റെ സർവശക്തിയും ധൈര്യവും ഉപയോഗിച്ച് അതിനെ നേരിട്ടെങ്കിലും അവറ്റകളെ അവിടുന്ന് തുരത്താനായില്ല. ഭീകരമായ പാമ്പിൻ കൂട്ടങ്ങളെ കണ്ട് ഒപ്പം വന്നിരുന്ന കൂട്ടാളികളായ രണ്ടുപേരും അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. പെട്ടെന്ന് എന്തോ അന്തരീക്ഷത്തിൽ വലിയ മാറ്റം വന്നു. ആകാശത്തു നിന്നും ഇടിയും മിന്നലും മഴയും രൂപപ്പെട്ടു. ഘോരമായ ഇടിമിന്നൽ, ഒപ്പം ഇരമ്പി വന്ന കൊടും കാറ്റ്. മാടശ്ശേരി കൊട്ടാരത്തിൻ്റെ ജനാലകൾ കാറ്റിനാൽ ആഞ്ഞടിച്ചു. തൂക്കുവിളക്കുകൾ ചങ്ങലയിൽ ആടിയുലഞ്ഞു. ഭിത്തിയിൽ തൂങ്ങിക്കിടന്ന വാളും പരിചയും തറയിൽ വീണു. പഴയ ചില്ലുപാത്രങ്ങൾ തറയിൽ വീണുടഞ്ഞു.
ദേവ്രമഠം ശേഖരനും രുദ്രനും അന്തരീക്ഷത്തിലെ മാറ്റം കണ്ട് അന്താളിച്ചു. എന്തോ ഒരു അരുതായ്മ സംഭവിച്ചോ എന്ന ചിന്ത രുദ്രനിൽ പ്രകടമായി. ആ സമയം പെട്ടെന്നാണ് മാടശ്ശേരി കൊട്ടാരത്തിൻ്റെ ഭീമൻ പടിവാതിൽ ഇരമ്പി വന്ന കാറ്റിനാൽ ഘോരശബ്ദത്തോടെ കൊട്ടിയടയ്ക്കപ്പെട്ടത്. ആ ശബ്ദം കൊട്ടാരത്തിനകത്ത് പ്രകമ്പനം സൃഷ്ടിച്ചു. ശേഖരനും രുദ്രനും മുരണ്ട ശബ്ദത്താൽ കിടുങ്ങി. കണ്ണുകളിൽ ഇരുട്ടു പടർന്നു. മാടശ്ശേരി കൊട്ടാരത്തിനകത്ത് വെളിച്ചം അപ്രത്യക്ഷമായി. പ്രാന്തൽ വിളക്കിൻ്റെ വെട്ടമൊഴിച്ചാൽ ചുറ്റിലും ഇരുട്ടു മാത്രം. അടഞ്ഞുകിടന്ന ഭീമൻ വാതിലിനരികിൽ ശേഖരനും രുദ്രനും വന്നു. അവർ വാതിൽ തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ വാതിൽ തുറക്കാൻ അവർക്കായില്ല. ബലം പ്രയോഗിച്ചിട്ടും ശ്രമം വിഫലം. രുദ്രന് കലിപൂണ്ടു. നാശം! അയാൾ പ്രാഗി. പുറത്ത് കടക്കാൻ വേറെ വഴി നോക്കണം. അയാൾ പല്ല് ഞെരിച്ച് ശേഖരനോട് പറഞ്ഞു. പുറത്തേക്കുള്ള കവാടത്തിനരികിൽ നിന്നും വേറെ വഴി അന്വേഷിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവരെ ഞെട്ടിച്ച, വല്ലാത്ത ഭീതിപ്പെടുത്തിയ മറ്റൊരു കാഴ്ച അവർ കണ്ടത്. ഒരു ഭീമാകാരമായ വിഷപ്പാമ്പ് പത്തി വിടർത്തി അവർക്ക് നേരെ വരുന്നു. ആ പാമ്പിനോടൊപ്പം നിരവധി പാമ്പുകൾ വേറെയും, ചെറുതും വലുതുമായ പാമ്പിൻ കൂട്ടങ്ങൾ. അത് തങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇഴഞ്ഞു വരുന്നതെന്ന് രുദ്രന് മനസ്സിലായി. എല്ലാം കൂടി നിലവറയിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ തുടങ്ങി. ദേ നോക്കിയേ, എണ്ണിയാൽ ഒടുങ്ങാത്തത്രയും വിഷപ്പാമ്പുകൾ. രുദ്രൻ ശേഖരന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. നമുക്ക് എത്രയും വേഗം ഇവിടെ നിന്നും രക്ഷപ്പെടുന്നതാണ് ബുദ്ധി. അല്ലെങ്കിൽ നമ്മുടെ ജീവന് തന്നെ ആപത്തായിരിക്കും. രുദ്രൻ ശേഖരനോട് ഗൗരവത്തോടെ പറഞ്ഞു. എന്നാൽ മാടശ്ശേരി കൊട്ടാരത്തിനകത്തെ നിധിയോടുള്ള ആർത്തി രുദ്രൻ്റെ മുന്നറിയിപ്പിനെ ശേഖരൻ അവഗണിച്ചു. അയാൾ രുദ്രനു നേരെ സ്വരം കടുപ്പിച്ചു. നീ വേണമെങ്കിൽ പോയിക്കോ, ഞാൻ നിധിയുമല്ലാതെ തിരിച്ചു വരില്ല. ദേവർമഠം ശേഖരന് ഒറ്റ വാക്കേയുള്ളൂ. അത് അവസാനത്തെ വാക്കാ. പല്ല് ഞെരിച്ചുകൊണ്ട് ശേഖരൻ രുദ്രനോട് പറഞ്ഞു. അയാൾ രുദ്രൻ്റെ വാക്കുകളെ തട്ടിമാറ്റി മുന്നോട്ട് നീങ്ങി, കയ്യിൽ ചുരികയുമായി. അപ്പോഴും മാടശ്ശേരി കൊട്ടാരത്തിലെ തറയിൽ കൂടി നിരവധി വിഷപ്പാമ്പുകൾ ഇഴഞ്ഞു വരികയാണ്. ശേഖരൻ കയ്യിലുള്ള ചുരിക തറയിൽ ഇഴഞ്ഞു വരുന്ന പാമ്പുകൾക്ക് നേരെ വീശി. പാമ്പുകൾ ഒന്നൊന്നായി ചുരികയിൽ തട്ടി ഛിന്ന ഭിന്നമായി. അതിൻ്റെ രക്തവും മാംസപിണ്ഡവും അവിടമാകെ ചിന്നിച്ചിതറി. അത് കണ്ട് അന്താളിച്ചു നിന്ന രുദ്രൻ മാടശ്ശേരിയുടെ മുകൾ നിലയിലേക്ക് രക്ഷപ്പെടാൻ ഓടിക്കയറി. അത് കണ്ട ശേഖരന് കലിപൂണ്ടു. അയാൾ രുദ്രന് പിന്നാലെ ചുരികയുമായി ഗോവണിപ്പടി ചവിട്ടി മുന്നോട്ട് കുതിച്ചു. പിന്നാലെ അട്ടഹസിച്ചു വരുന്ന ശേഖരനെ കണ്ട് രുദ്രൻ പരിഭ്രമിച്ചു. ആശാൻ തനിക്ക് പിന്നാലെ ഭ്രാന്തമായി വരുന്നത് കണ്ട രുദ്രൻ ശങ്കിച്ചു. ശേഖരൻ തന്നെ ആക്രമിക്കാൻ വരുന്നതാണെന്ന് രുദ്രൻ തിരിച്ചറിഞ്ഞു. രുദ്രൻ പിന്നെ മറ്റൊന്നും ആലോചിച്ചില്ല. കയ്യിൽ കരുതിയ വാൾ ഗുരുവിനു നേരെ നീട്ടി. ആശാൻ തന്നെ എന്തിന് പിന്തുടരണം? ഊരിപ്പിടിച്ച വാൾ ശേഖരന് നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് രുദ്രൻ ചോദിച്ചു. ശേഖരൻ വികാരാതീതനായി. എൻ്റെ ലക്ഷ്യം
പാതി വഴിക്ക് ഉപേക്ഷിച്ചു പോകാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നു? നീ ആശാന് വാക്ക് നൽകിയതല്ലേ? എന്നെ വഞ്ചിച്ച് ഇവിടെ നിന്നും രക്ഷപ്പെടാമെന്ന് നീ കരുതിയോ? ശേഖരൻ രുദ്രനെ നോക്കി മൃഗീയമായ ഒരു ചിരി ചിരിച്ചു. അതൊരു കൊലച്ചിരിയാണെന്ന് രുദ്രൻ തിരിച്ചറിഞ്ഞു. പിന്നെ ഒരു നിമിഷം മറ്റൊന്നും ആലോചിക്കാതെ ശേഖരന് നേരെ ഉടവാൾ പയറ്റി. ശേഖരൻ പരിച കൊണ്ട് ആ വെട്ട് തടുത്തു. തിരിച്ച് ശേഖരനും തൻ്റെ ചുരിക വീശി രുദ്രനു നേരെ തിരിഞ്ഞു. പരസ്പരം വായുവിൽ ചുരികയും പരിചയും ഏറ്റുമുട്ടി. പോരാട്ടത്തിൻ്റെ പൂരം. വാളും ചുരികയും പരസ്പരം കൊമ്പുകോർത്തു. അതിനിടയിൽ മാടശ്ശേരി കൊട്ടാരത്തിൽ നിറയെ വിഷപ്പാമ്പുകൾ കുമിഞ്ഞുകൂടി. അത് തറയിലും ജീർണിച്ച ഭിത്തിയിലും എല്ലാം ഇഴഞ്ഞു നീങ്ങി. കൊട്ടാരത്തിലെ ആ കൂട്ടത്തിലെ ഒരു ഭീമാകാരമായ വിഷപ്പാമ്പ് മെല്ലെ ഗോവണിപ്പടി കയറി ഇഴഞ്ഞു വരികയാണ്. ആരെയോ ലക്ഷ്യമാക്കി. മുകൾ നിലയിൽ അപ്പോഴും വീറും വാശിയുമായി ശേഖരനും രുദ്രനും ഏറ്റുമുട്ടുകയാണ്. അതിനിടയിൽ പെട്ടെന്ന് അവിടെ റാന്തൽ വിളക്കിൻ്റെ വെട്ടം അണഞ്ഞു. പിന്നെ മുകൾ നിലയിൽ മുഴുവൻ വല്ലാത്ത ഇരുട്ടു പടർന്നു. പരസ്പരം കാണാൻ പറ്റാത്ത അവസ്ഥയിൽ ശേഖരനും രുദ്രനും തപ്പിത്തടഞ്ഞു. ആ ഇരുട്ടിൽ എങ്ങോട്ട് പോകാൻ സാധിക്കാതെ അവർ അവിടെ തളയ്ക്കപ്പെട്ടു. അപ്പോഴാണ് ഒരു കൊച്ചുവെട്ടം തറയിലൂടെ ഇഴഞ്ഞു വരുന്നത് അവർക്ക് കാണാൻ കഴിഞ്ഞത്. ആദ്യം അതെന്താണെന്ന് തിരിച്ചറിയാൻ ആ ഇരുട്ടിൽ അവർക്കായില്ല. പിന്നെയാണ് അതൊരു ഭീമൻ വിഷപ്പാമ്പാണെന്ന് അവർക്ക് തിരിച്ചറിയാനായത്. രക്തവർണ്ണ കണ്ണിലെ അതിൻ്റെ വെട്ടം അവിടെ അല്പം പ്രകാശം പരത്തി. ഗോവണിപ്പടിയുടെ മുകൾ ഭാഗത്ത് ആ ഭീമൻ വിഷപ്പാമ്പ് പത്തി വിടർത്തി ചുരുണ്ടുകിടക്കുകയാണ്. ശേഖരനും രുദ്രനും ആകെ പേടിച്ച് അരണ്ടിരിക്കുകയാണ്. ഭയം അവരുടെ സിരകളിൽ പടർന്നു കയറുകയാണ്. അവർ ഭയന്നുകൊണ്ട് പരസ്പരം ചേർത്തു പിടിച്ചു. എന്തോ ഒരു അപകടം അവർ മുന്നിൽ കാണുന്നുണ്ട്. പെട്ടെന്നാണ് തറയിൽ നിന്നും അവരുടെ കാലുകളിലേക്ക് ഒരു പറ്റം വിഷപ്പാമ്പിൻ കൂട്ടം പൊഴിഞ്ഞു കയറിയത്. എന്തോ കാലിൽ ചുറ്റിയതുപോലെ തോന്നിയപ്പോഴാണ് ശ്രദ്ധിച്ചത്. ശേഖരൻ്റെയും രുദ്രൻ്റെയും കാലുകളിൽ വിഷപ്പാമ്പുകൾ ചുറ്റി വരിഞ്ഞു. അവർ ആ ഇരുട്ടിൽ ഭീതിയോടെ കാലുകൾ ഉടഞ്ഞു കുതറി മാറി. പക്ഷേ അവരുടെ കാലുകളിൽ നിന്നും വിഷപ്പാമ്പുകളെ കുടഞ്ഞു മാറ്റുവാൻ അവർക്കായില്ല. അപ്പോഴേക്കും ഒരുപാട് വിഷപ്പാമ്പുകൾ അവരുടെ കാലുകളെ ചുറ്റി വരിഞ്ഞിരുന്നു. ഒപ്പം അതിൻ്റെ കടിയേറ്റ് രണ്ടുപേരും പ്രാണവേദനയോടെ നിലംപൊത്തി. ജീവന് വേണ്ടി പിടയുന്ന അവരുടെ അടുത്തേക്ക് ഗോവണിപ്പടിയുടെ അടുത്തുള്ള തറയിൽ ചുരുണ്ടിരുന്ന ആ ഭീമൻ വിഷപ്പാമ്പ് മെല്ലെ ഇഴഞ്ഞു നീങ്ങി. മാടശ്ശേരിയുടെ പുറത്ത് അപ്പോഴും മഴ തിമർത്തു പെയ്യുകയാണ്. ഒപ്പം ശക്തമായ കാറ്റും ഇടിമിന്നലും. ജീർണിച്ച മാടശ്ശേരി കൊട്ടാരത്തിൻ്റെ മേൽക്കൂരകൾ ആഞ്ഞടിക്കുന്ന കാറ്റിനാൽ ആകാശത്തേക്ക് ഉയർന്നു. ഭിത്തിയിൽ കൂടി ഉള്ളിലേക്ക് വെള്ളം കയറുവാനും തുടങ്ങി. വിഷപ്പാമ്പുകളുടെ കടിയേറ്റ് നിലത്ത് കിടന്ന് പൊളയുന്ന ശേഖരൻ്റെയും രുദ്രൻ്റെയും ശരീരത്തിലേക്ക് ഭീമൻ വിഷപ്പാമ്പ് ഇഴഞ്ഞു വരികയാണ്. ശേഖരനും രുദ്രനും വാവിട്ട് നിലവിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പുറത്തെ ഇടിമിന്നലിൻ്റെ ശബ്ദം അവരുടെ നിലവിളിയെ അപ്രസക്തമാക്കി. ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ! ഇടയ്ക്കിടെ
ആ നിലവിളി അന്തരീക്ഷത്തിൽ മുഴങ്ങി. അതിനിടയിൽ ഭീമാകാരമായ വിഷപ്പാമ്പ് ശേഖരൻ്റെയും രുദ്രൻ്റെയും കഴുത്തിൽ അതിൻ്റെ ശരീരം വരിഞ്ഞു മുറുക്കി. അപ്പോൾ അവർ രണ്ടുപേരും വേദന കൊണ്ട് പുളഞ്ഞു. നാവുകൾ പുറത്തേക്ക് തള്ളി, കണ്ണുകൾ തുറിച്ചു. ഭയന്നു തുറിച്ച് പുറത്തേക്ക് തള്ളിയ കണ്ണുകളിൽ ആ വിഷപ്പാമ്പ് ആഞ്ഞുകൊത്തി. രണ്ടുപേരും വേദന കൊണ്ട് പുളഞ്ഞു. അല്പനേരം ഞരക്കം മാത്രം. ആകാശത്ത് ഇടിയുടെ ഭീതിപ്പെടുത്തുന്ന ഉരണ്ട ശബ്ദം, ചുഴറ്റിയടിക്കുന്ന ശക്തമായ കാറ്റും മഴയും. മാടശ്ശേരിയുടെ ജീർണിച്ച ഭിത്തികൾ ഓരോന്നായി കാറ്റിലും മഴയിലും നിലം പൊത്താൻ തുടങ്ങി. മേൽക്കൂര ആഞ്ഞടിച്ച കാറ്റിൽ കടപുഴകി. എല്ലാം ഒരു നിമിഷ നേരം കൊണ്ട് തകർന്നിടിഞ്ഞു. ഒത്തിരി നേരം സംഹാര താണ്ഡവമാടിയ പ്രകൃതി അല്പം കഴിഞ്ഞ് പതിയെ പതിയെ നിശ്ചലമായി.